ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതായത് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ അനന്തരാവകാശി ശ്രീ ചാണ്ടിയുമ്മനാണ്. അദ്ദേഹമാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകം. ചാണ്ടിയുമ്മൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു പ്രത്യേക പ്രോത്സാഹനമൊന്നും ഇല്ലെങ്കിൽ പോലും ചാണ്ടിയുമ്മൻ ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ആളായി തന്നെയാണ് വളർന്നു വന്നത്. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു കെങ്ങിളിക്കൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് മന്ദബുദ്ധിയാണ്, ഏഷ്യാഡ് അപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആശയമായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുമായിട്ട് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ആളാണ്. 12 വയസ്സ് മുതൽ ഉമ്മൻചാണ്ടിയുടെ അടുപ്പമുണ്ട്. 12 വയസ്സ്. യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മനിലൂടെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഞാൻ മരിക്കുന്ന 2 ദിവസം മുമ്പ് നിമിഷയുടെ പ്രായത്തിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം പല വീടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേ ഉണ്ടായതിന് കാരണം ഉസ്താദിൻ്റെ ഇടപെടലാണ്. ഉസ്താദിൻ്റെ ഇടപെടലിന് കാരണക്കാരൻ ചാണ്ടിയുമ്മനാണെന്ന് കാന്തപുരം തന്നെ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചാണ്ടിയുമ്മനെ അനുകൂലിക്കുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നാളത്തെ ഭാവി. നമസ്കാരം. ഒരിക്കലും മരിക്കാത്ത ഓർമ്മയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നാളെ ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മ ദിനമാണ്. ഈയൊരു ദിവസം എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയോളം എത്തിയോ ചാണ്ടി ഉമ്മൻ എന്നുള്ളതാണ്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വിജയിക്കുന്നു. ഇതിന് ശേഷം ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ചില വിവാദ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഏറെ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഉമ്മൻചാണ്ടിയോളം ചാണ്ടി ഉമ്മൻ എത്തിയോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ മറുനാടനോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ചാണ്ടി ഉമ്മൻ MLA ആകുന്നു. ഇതിനുശേഷം വിമർശനങ്ങൾ ചാണ്ടി ഉമ്മനെക്കുറിച്ച് ഉയർന്നു വന്നുവെങ്കിലും നിലമ്പൂർ ഇലക്ഷന് ശേഷവും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടങ്ങൾക്ക് ശേഷവും ചാണ്ടി ഉമ്മൻ്റെ ഖ്യാതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ എന്ന നിലയിലും ചാണ്ടി ഉമ്മനെ കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ ഒരു ചാണ്ടി ഉമ്മൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ പാതയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഉമ്മൻചാണ്ടി മരിച്ച ദിവസങ്ങളിൽ ഈ അനുശോചനങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതായത് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ അനന്തരാവകാശി ശ്രീ ചാണ്ടിയുമ്മനാണ്. അദ്ദേഹമാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകം. ഇത് ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ്. അത് വലിയ വാർത്തയായി. അതായത് എ ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും അത് രസിച്ചില്ല. എന്നെ പരസ്യമായി രഹസ്യമായും ഒക്കെ അത് നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് കുട്ടിക്കാലം മുതൽ ചാണ്ടിയുമ്മനെ അറിയാം. 86-ലാണ് ജനിക്കുന്നത്. ജനിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. കുട്ടിക്കാലം മുതൽ തന്നെ ഉമ്മൻചാണ്ടിയോടൊപ്പം ഓടിക്കളിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോടൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കുതുകിയായ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കൂടെ പോകുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടിയെ അനുഗമിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു 2ാമത്തെ മകൾ അച്ചൂമ്മൻ. അച്ചൂമ്മൻ KSU പ്രവർത്തിച്ചിരുന്നു. KSUവിൻ്റെ കോളേജ് യൂണിയൻ ചെയർമാനാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല. രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ളതാണ്. നമ്മുടെ സതീശൻ പാച്ചേരി KSU പ്രസിഡൻ്റായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിമാരിൽ ഒരു പെൺകുട്ടി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടി മകൾ അച്ചൂൻ്റെയാണ്. അത് എല്ലാവർക്കും താല്പര്യമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അതിനോട് താല്പര്യം കഴിഞ്ഞില്ല. കാരണം അവരെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു പ്രത്യേക പ്രോത്സാഹനമൊന്നും ഇല്ലെങ്കിൽ പോലും ചാണ്ടിയുമ്മൻ ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ആളായി തന്നെയാണ് വളർന്നു വന്നത്. അപ്പോൾ അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥ അനന്തരാവകാശിയാണ്, രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലി പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ലാത്തതാണ്. ഞാൻ ഉമ്മൻചാണ്ടിയുമായിട്ട് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ആളാണ്. 12 വയസ്സ് മുതൽ ഉമ്മൻചാണ്ടിയുടെ അടുപ്പമുണ്ട്. 12 വയസ്സ്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെയാണ് താമസിച്ചത്. കുന്നൂരിലേക്ക് വീടുണ്ടെങ്കിലും ഞാൻ നേരെ കയറി ഉമ്മൻചാണ്ടി മുറിയിലാണ്. അവിടെ കിടക്കും, അല്ല അവിടെ തന്നെ താമസിക്കും. അപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ കേന്ദ്രം ഒരു 30 വർഷത്തോളം ഉമ്മൻചാണ്ടിയുടെ വീടായിരുന്നു. പിന്നെ AK ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഏറ്റവും വിശ്വസ്തന നിലയിലാണ് ആ കാലഘട്ടത്തിലെല്ലാം ഞാൻ കഴിഞ്ഞിരുന്നത്. ഉമ്മൻചാണ്ടിയുമായി പിണങ്ങി അദ്ദേഹത്തിനെ മത്സരിച്ചപ്പോൾ പോലും ഞാനൊരു തത്വാധിഷ്ഠ നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ ജനിക്കുമ്പോൾ ആദ്യം കാണുന്ന ആളാണ് ഞാൻ. ആ മകളുടെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിൽ 30 പേർ മാത്രം പങ്കെടുത്ത എൻഗേജ്മെൻറ്റിൽ 15 പേർ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും 15 പേർ മറുഭാഗത്തു നിന്നു. ഈ 15 പേരിൽ ഒരാളായിരുന്നു ഞാൻ. വേറൊരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അസുഖം വരുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് അസുഖം വരുമ്പോഴും കുട്ടികൾക്ക് വരുമ്പോഴും എല്ലാം ഞാൻ നിരന്തരമായി ആ വീടുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയമായി കേരളത്തിൽ നിന്നും ഡൽഹി പോവുകയും ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ചെയർമാനായി വരികയും NSU നേതാവായി മാറുകയും ഒക്കെ ചെയ്തപ്പോൾ ഒന്നുകിൽ ഡൽഹി രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ ശോഭിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ കോൺഗ്രസ് അല്ലാത്തപ്പോൾ പോയിട്ടും ചാണ്ടിയുമ്മനെ കാണുകയൊക്കെ ചെയ്യുകയും ചാണ്ടിയുമ്മൻ ഞാൻ തിരിച്ചു വരണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ചാണ്ടിയുമ്മൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ അനന്തരാവകാശി എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് പലരും എന്നെ പരിഹസിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ശ്രീ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമെന്ന് പറഞ്ഞ അനന്തരാവകാശി എന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മനിലൂടെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. അതിനുശേഷം ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ചാണ്ടിയുമ്മനെ നേരിൽ കണ്ടു കാണുമല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചാണ്ടിയുമ്മനോടൊന്നും എനിക്കറിയില്ല. ചാണ്ടിയുമ്മനോട് ഞാനുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്, അതൊക്കെ വേറെ കാര്യം. അപ്പം നമ്മൾ സ്നേഹമുള്ള ആളുകൾ തമ്മിൽ അകന്നിരുന്നാലും ആ സ്നേഹത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അപ്പം എന്നെ ചാണ്ടിയുമ്മൻ അറിയാം, ചാണ്ടിയുമ്മൻ എന്നെ അറിയാം. ഇതൊക്കെ കുട്ടിക്കാലം പോലുള്ള ബന്ധമല്ലേ. ആ ബന്ധമൊന്നും ഒരിക്കലും തകർന്നു പോകുന്നതല്ല. മാത്രമല്ല ചാണ്ടിയുമ്മൻ്റെ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ആദ്യത്തെ കാലങ്ങളിൽ പലരും പറഞ്ഞു പുതുപ്പള്ളി ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു, കൂടുതൽ കറങ്ങിയടിച്ച് നടക്കുന്നു. അപ്പം ഞാനത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന ഒരു ചടങ്ങിൽ ഞാൻ ചാണ്ടിയുമ്മനും മറിയാമ്മ ചേച്ചിയൊക്കെ ഉള്ള വേദിയിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും വലിയ വിവാദമായി. അപ്പം ആ സമയത്തും എനിക്ക് ചാണ്ടിയുമ്മനോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ചാണ്ടിയുമ്മൻ തന്നെയാണ് അനന്തരാവകാശി, അദ്ദേഹം നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞു. ഇത് തന്നെയായിരുന്നു എനിക്ക് കെ മുരളീധരനെക്കുറിച്ചുള്ള അഭിപ്രായം. കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു കെങ്ങിലിക്കൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് മന്ദബുദ്ധിയാണ്, ഏഷ്യാഡ് അപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമായിരുന്നു. പക്ഷേ KPCC പ്രസിഡൻ്റായി വന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഫിഗറായി വളരുന്ന ആൾ കാണുന്നത്. ഇപ്പോഴും സൂക്ഷ്മമായി കാര്യങ്ങൾ പറയാനുള്ള ശേഷി മുരളിക്കില്ലേ. അതുപോലെ അതിന് കാരണം എന്താ? പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പാരമ്പര്യം ഉണ്ടാകണമെന്നല്ല. പല ആളുകളുടെയും മക്കൾ പാളിപ്പോയിട്ടുണ്ട്, വിളയാതെ പഴുത്ത പലരും ചീഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിട്ടുപോയി എന്ന ഒരു അപരാധം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഏറ്റവും ഉയർന്ന നിലയിൽ വരുമായിരുന്നു. ചാണ്ടിയുമ്മൻ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയത്തിൽ സജീവമായതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷപ്രിയ പ്രശ്നത്തിൽ എടുത്തിരുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത്. അത് ഉമ്മൻചാണ്ടി അന്ത്യാഭിലാഷമായിരുന്നു. ഉമ്മൻചാണ്ടി മരിക്കുന്ന ദിവസം മുമ്പ് നിമിഷപ്രിയ പ്രായത്തിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം പല വീടുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മയുള്ള അടുത്ത ആളെന്ന നിലയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്തു വന്നപ്പോൾ 16-ാം തീയതിയാണ് വധശിക്ഷ എന്നറിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും സജീവമായി ആത്മാർത്ഥമായി വന്ന ആൾ ചാണ്ടിയുമ്മനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഗവർണറെ ചാണ്ടിയുമ്മനും ഉമ്മൻചാണ്ടി ഭാര്യയോടെ കണ്ടത്. ഗവർണറെ കണ്ടു, പിന്നെ നരേന്ദ്രമോദി കത്തയച്ചു, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടു, രാഷ്ട്രീയമായി പല ഇടപെടൽ നടത്തി. അവസാനം ആരോ പറഞ്ഞു ഇത് നടക്കണമെന്നെങ്കിൽ ഒരു മതരാഷ്ട്രമെന്ന നിലയിൽ ML നടക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാരും വിജയിക്കണം. അതിന് കേരളത്തിൽ ഈ മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ട് ബന്ധമുള്ള ആൾ കാന്തപുരം മുസ്ലിയാരാണ്. ഉസ്താദിനെ കാണും നല്ലത്. നേരെ ചാണ്ടിയുമ്മൻ അങ്ങോട്ട് പോയി ഉസ്താദിനെ കണ്ടു. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം എടുത്തു. അദ്ദേഹം അപ്പം തന്നെ ഫോണിൽ വിളിച്ചു, ബന്ധപ്പെട്ടു. ഇപ്പോൾ സ്റ്റേ ഉണ്ടായതിന് കാരണം ഉസ്താദിൻ്റെ ഇടപെടലാണ്. ഉസ്താദിൻ്റെ ഇടപെടലിന് കാരണക്കാരൻ ചാണ്ടിയുമ്മനാണെന്ന് കാന്തപുരം തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ സംബന്ധിച്ച് വിവാദത്തിന് കാര്യമില്ല. ഇപ്പം ചാണ്ടിയുമ്മൻ തന്നെ പരസ്യമായി പറഞ്ഞു ഇതിനകത്ത് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇപ്പം
ബിഷപ്പ് തെറ്റ് ചെയ്തോ ശരിയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഒരു മനുഷ്യജീവിയെ കൊല്ലുന്നത് വധശിക്ഷ, അത് ആധുനിക സമൂഹത്തിൽ പ്രാകൃതമാണ്. അങ്ങനെ ഈ അവിവേകം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിൽ ചെയ്തു പോയ ഒരു ക്രൂരകൃത്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു മലയാളിയായ ഒരാൾ മരിക്കുമ്പോൾ ആ മരണത്തിന് കൂട്ടുനിൽക്കാതെ അതിൽ ഇടപെടണമെന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി അഭിലാഷം. ആ അഭിലാഷത്തെ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും ആത്മാർത്ഥമായി ചാണ്ടി ഉമ്മൻ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് എന്തായാലും വളരെ അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ സ്മരണ തന്നെയാണ്. രണ്ടാമത് ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തമുണ്ടായിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് കുത്തേജ് കിടക്കുകയാണ്. ആ കുത്തേജ് കിടപ്പോൾ കെട്ടിടം വീണ് നിന്നപ്പോൾ അവിടെ ഓടിയെത്തിയ ചാണ്ടി ഉമ്മൻ അന്ന് മന്ത്രി വീണ ജോർജും വാസവനും അപകടത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞപ്പോൾ അവിടെ ആ സ്ഥലത്തേക്ക് ഓടിച്ചെത്തുകയും അവിടെ ചെറുത്തിൽ നടത്തുകയും അവസാനം ഒരാൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു. ആ മരിച്ചു കിടന്ന ആളുടെ കുടുംബത്തോട് ഉള്ള ആഭിമുഖ്യം, അവർക്ക് 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിക്കുകയും മാത്രമല്ല വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം അവിടെ കാണിച്ച ഒരു ദീനാനുകമ്പ അല്ലെങ്കിൽ ഒരു കാരുണ്യം, അത് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വഭാവവിശേഷമല്ലേ. ഈ 2 സംഭവങ്ങൾ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയിൽ ഉമ്മൻചാണ്ടി ഓർപ്പിച്ചു. അതിനേക്കാളേറെ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ, ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാരത് ജോട്ടോ യാത്രയിൽ നഗ്നപാതനല്ലാതെ ചെരുപ്പിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഷൂസ് ഇട്ടുകൊണ്ടോ നമുക്കൊരു കിലോമീറ്റർ നടക്കാൻ പ്രയാസമാണ്. ഇത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത്, മഴയുള്ള സ്ഥലം, മഞ്ഞുള്ള സ്ഥലം, ഇവിടെയെല്ലാം ഉമ്മൻചാണ്ടി മരിച്ച ആ സമയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയവും രാഹുൽ ഗാന്ധിയോടൊപ്പം നഗ്നപാതനായി സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ അധ്വാനപരമായ കാര്യമാണ്, ഒരു വിൽ പവറിൻ്റെ പ്രശ്നമാണ്. അത്തരം ഒരു ഇച്ഛാശക്തി, പലപ്പോഴും ഇത്തരം കഠിനാധ്വാനപരമായ ഇച്ഛാശക്തി പഠിപ്പിച്ചിട്ടുള്ള ആൾ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ മകനെന്ന നിലയിൽ അദ്ദേഹം ആ യാത്രയിൽ നടക്കുന്നത് അഭിമാനകരമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത കാലത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാനും നിലമ്പൂരുണ്ടായിരുന്നു. അവിടെ ഏറ്റവും അധികം വീടുകൾ കയറി. ഒന്നാമത് വീടുകൾ തിരുവനന്തപുരം നഗരം പോലെ അല്ല. തിരുവനന്തപുരം നേരത്തെ വീട് കയറാന്ന് പറഞ്ഞെങ്കിൽ ഒരുത്തരൊന്നും കയറാനും ഒക്കെ ഫ്ലാറ്റും മറ്റുമൊക്കെ ആകുമ്പോഴത്തെ കൊണ്ട് 3000 വീടെന്ന് പറഞ്ഞാൽ കാടാണ്. നിലമ്പൂർ കാടുകളിൽ എടക്കര പഞ്ചായത്ത് തുടങ്ങിയ കാട്ടിൽ പ്രദേശത്ത് ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ കുണ്ടും കുഴിയും കറഞ്ഞ വീടുകളാണ്. കാലത്തെ 5 മണിക്ക് എഴുന്നേറ്റാൽ ഓരോ വീടുകളിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വരെ വീടുകൾ പോകാൻ കയറി ഇറങ്ങുക എന്നുള്ള ഒരു സ്ഥിരം അധ്വാനം 1 മാസത്തെ കാലം. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന എവിടുന്ന, കാലത്ത് എഴുന്നേറ്റാൽ കട്ടൻ കാപ്പി കുടിക്കുന്നതും ചായ കുടിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും ഓരോ വീട്ടിൽ ചെന്ന് അവർ തരുന്ന കഴിക്കുക. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം അവരോടൊപ്പം കഴിക്കുക, രാത്രി ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. അപ്പോൾ കാലത്തെ ഇറങ്ങി വസ്ത്രം തിരിച്ച് പോവുകയാണ്. 15 കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തെ കൊണ്ട് വെയിൽ കൊണ്ട് വേർത്തൊക്കെ ആണെങ്കിൽ പോലും ഭക്ഷണം പോലും കഴിക്കുന്നത് അതൊരു പുതിയ പുറത്ത ശൈലിയല്ലേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുറത്തുനിന്ന് ഒരാളെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ 3000 വീട് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവിടെയും കാണിച്ച ഒരു അർപ്പണ മനോഭാവം ഉമ്മൻചാണ്ടിയുടേതാണ്. അപ്പോൾ അങ്ങനെ ചാണ്ടി ഉമ്മൻ പ്രവർത്തന മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികവ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു മകനെപ്പോലെ വാത്സല്യത്തോടെ കണ്ട കുട്ടിക്കാലം പോലെ ഞാൻ എടുത്തു വളർത്തിയിട്ടുള്ള എന്ന് പറയാവുന്ന, ഞാൻ ഓമനത്തം തുളുമ്പുന്ന ആ മുഖം കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം എനിക്ക് മക്കളില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മകനെ പോലെ തന്നെയാണ്. ആ മകൻ്റെ വളർച്ചയിൽ എനിക്ക് വളരെയേറെ താല്പര്യം, ഒരു പിതൃതുല്യമായ ഒരു അഭിമാനവും എനിക്കുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഈ കോൺഗ്രസ്സിലുള്ള യുവ നേതാക്കളുമായി ചെറിയൊരു അകൽച്ച ചാണ്ടി ഉമ്മൻ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മറ്റ് നേതാക്കൾ ഒരു അകൽച്ച പാലിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് യുവ നേതാക്കൾ, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം യൂത്ത് കോൺഗ്രസിൻ്റെ കാലത്തെന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്നൊരു പരാതിയുണ്ട്. ഉമ്മൻചാണ്ടി അതിന് ശ്രമിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി അന്ന് ഏറ്റവും ശക്തനായ നേതാവല്ലേ, മകന് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കും. പക്ഷേ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ല എന്ന് സത്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയായിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ്സിൽ ഒരു പ്രാമുഖ്യം കിട്ടിയില്ല എന്നത് സത്യമാണ്. പിന്നീട് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം, അതിന് മുമ്പുണ്ടായിരുന്നു എനിക്കറിയില്ല, മരണശേഷം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം യൂത്ത് കോൺഗ്രസ്സിലില്ല. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പായിരുന്നു. എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഉണ്ടെന്നെങ്കിൽ പോലും എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗമം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഡീൻ കുര്യാക്കോസ് ആണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പ്രസിഡന്റുമാരും എ ഗ്രൂപ്പിൻ്റെ ആളുകളായിരുന്നു. ഇപ്പോൾ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒന്നുമില്ല. എങ്കിൽ പോലും ചാണ്ടി ഉമ്മനും എ ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട്
ഒരു ജനാധിപത്യ സംഘടനയിൽ ചിലരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രസക്തി ഇല്ല. ചാണ്ടിയുമൻ്റെതായ വഴിയുണ്ട്. ബാക്കി എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലെങ്കിൽ KSU പ്രസിഡന്റ് അവർ മുതിർന്ന ആളുകളെപ്പോലെ പക്വമായി പെരുമാറണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്കൊരു അപക്വത ഉണ്ടാകും. ഇപ്പം ഞാൻ തന്നെ AK ആന്റണിയുമായിട്ടും കരുണാകരനുമായിട്ടും ഒക്കെ ബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ AK ആന്റണിയായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് ഞാൻ KSU ജനറൽ സെക്രട്ടറിയാണ്. ലോക മലയാള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രസ്താവന ഇറങ്ങി. ആന്റണിയുടെ പിക്കറ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയി. AK ആന്റണിയോട് ഏറ്റവും അടുപ്പം ഉള്ള ആളായിരുന്നു ഞാൻ. കരുണാകരൻ അടുത്തുള്ള ബന്ധമുള്ള സമയത്ത് വിദ്യാർത്ഥികളുടെ നേരെ ലാത്തി ചാർജ് നടത്തിയതിൻ്റെ പേരിൽ ഞാൻ കരുണാകരൻ്റെ വീട്ടിൽ ചെന്ന് പന്തെറിഞ്ഞു. അദ്ദേഹം വന്ന് പ്രധാനമല്ല. അപ്പം രണ്ട് നേതാക്കന്മാരോടും KSU പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പക്വതയില്ലായ്മയാണ്. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തിഹാർ ജയിലിൽ അടച്ചു കണ്ടപ്പോഴത്തേക്കൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റെയിൽവേ മൈതാനിയിൽ പോയി. പഴയ ഓവർബ്രിഡ്ജ് മൈതാനി. കുറേ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും കുറേ കുട്ടികൾ പോയിട്ട് റെയിൽവേ പാളത്തിൻ്റെ ഇത് ഇളക്കാൻ ശ്രമിച്ചു. വലിയ ഭീകരമായ സംഭവമല്ലേ. അവരെ അറസ്റ്റ് ചെയ്യുന്നതോട് എന്നെ അറസ്റ്റ് ചെയ്തു. ഒരു 4-5 വർഷക്കാലം ഞാൻ എൻ്റെ കേസിൽ പറയേണ്ടി വന്നു. അപ്പം അങ്ങനെ ബാലകാല ചാബല്യങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് പ്രായസവിശേഷതയാണ്. അത് നമ്മുടെ ഒരു ആദർശപരമായ സാഹസിക ബുദ്ധിയിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും തെറ്റ് കണ്ടാൽ അവരോട് നമ്മൾ പൊറുക്കണം. പിന്നെ പഴയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല, പഴമയുടെ മൂല്യങ്ങൾ വല്ലതുമുണ്ട്. പഴമയുടേതായ ധാരാളം പ്രവർത്തന ശൈലികൾ നമുക്ക് അനുകരിക്കേണ്ട സാധ്യതയുണ്ട്. എന്ന് വെച്ച് നൂറ്റാണ്ട് കാലം മുമ്പ് നടന്ന കാലവണ്ടി കൂത്തിലല്ലോ നമ്മൾ. കാലം മാറിയില്ലേ, ടെക്നോളജി മാറ്റം ഉണ്ടായില്ലേ. പ്രിൻ്റ് മീഡിയ വന്നു, ചാനൽ വന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും മാറണം. അപ്പോൾ അത് ഉൾക്കൊള്ളുന്നവരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ. അതുകൊണ്ട് പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും റീലിലും ഒക്കെ വന്നാൽ അത് ആധുനിക കാലഘട്ടത്തിൽ ജനസംഖ്യ ആകർഷിക്കുന്നതിനുള്ള പ്രചരണ ഉപാധിയാണ്. അതിൽ പങ്കാളിയാവണം. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കുന്നത് ആവശ്യമാണ്. അതനുസരിച്ച് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പോകുന്നത്. അതേസമയം പരമ്പരാഗതമായ പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതിൽ നന്മ ഉൾക്കൊള്ളണം, തിന്മ തിരസ്കരിക്കണം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ഞാനൊരിക്കലും തള്ളി പറയില്ല. കാരണം എന്താ, അവരാണ് നാളെയുടെ വിധാതാക്കൾ. യൂത്ത് കോൺഗ്രസും KSU ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ് വളർന്നത്. എന്നാണോ യൂത്ത് കോൺഗ്രസും KSU തകർന്നത് അന്ന് പുതുരക്തപ്രവാഹം നിലച്ചു, കോൺഗ്രസിന് സംഘടനാ ദൗർബല്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ചാണ്ടിയുമ്മനെ അനുകൂലിക്കുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ KSU അലോഷ്യസ് സേവ്യറുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണം. മഹിളാ കോൺഗ്രസ് ജബി മേത്തർ ഇന്ന് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മഹിളാ രംഗത്ത് ഉള്ള സ്വാധീനം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഉയർത്തുന്ന ചാണ്ടിയുമ്മനും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നാളത്തെ ഭാവി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും 2 വർഷം മുൻപ് വിടവാങ്ങിയ ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനം, ജനകീയത എന്നിവയെല്ലാ സവിശേഷതകളെല്ലാം തന്നെ ചാണ്ടി ഉമ്മനിലൂടെ പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ജനങ്ങളും എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.